കാശ്മീരിന്റെ താഴ്വരകൾ ഇന്ന് സമാധാനത്തിന്റെ പുലരിയിലേക്കാണ് മിഴി തുറന്നത്. എങ്കിലും ഇന്നലെ രാത്രി ചില ഡ്രോണുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയുടെ സൈന്യം അത് തച്ച് തകർക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. സ്വാതി ചേരുകയാണ്. സ്വാതി, തങ്ങൾ പൂർണ്ണമായും ഒതുങ്ങിയിട്ടില്ല എന്നൊരു മെസ്സേജ് ഇന്നലത്തെ ആ ഡ്രോൺ ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ നൽകുകയാണ്. കാരണം പ്രധാനമന്ത്രി അതിശക്തമായ വാക്കുകളാണ് പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചത്. ഭീകരവാദ കേന്ദ്രങ്ങളായി പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളും മാറുന്നു എന്നുള്ളത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. ഇനിയും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ അവിടെ തുടർന്നാൽ വീണ്ടും സിന്ദൂർ പുനരാരംഭിക്കുമെന്ന സൂചന കൂടി നൽകുന്നു. അതേസമയം തന്നെ പാകിസ്ഥാൻ ഇന്ത്യ DGMO തലത്തിലുള്ള ചർച്ചകളും നടക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, കൃത്യമായും ഇന്ന് ഈ അതിർത്തി പ്രദേശങ്ങളൊക്കെയും പൂർണ്ണമായും ശാന്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ അത് സൈന്യം നിരസിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഡ്രോണുകളൊന്നും തന്നെയും കണ്ടെത്തിയിട്ടില്ല. ആക്രമണം, പ്രകോപനം, അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് സൈന്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് അതിർത്തി പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള പ്രകോപനങ്ങളൊന്നും തന്നെയും ഉണ്ടാകുന്നില്ല എന്നുള്ള വാർത്ത ആശ്വാസകരം തന്നെയാണ്. അതേസമയം തന്നെ മോദി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗം, അല്ലെങ്കിൽ രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്ത മോദി ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിഷയങ്ങളിലൊന്നും തന്നെയും പ്രതികരണം നടത്താത്തതിലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. അമേരിക്കയുടെ അവകാശവാദം സംബന്ധിച്ച വെടിനിർത്തലിലെ അമേരിക്കയുടെ അവകാശവാദം സംബന്ധിച്ച മോദി ഒരു വിഷയം പോലും പ്രതികരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആ ഭീകരവാദികളെ സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഭീകരവാദികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഇന്റലിജൻസിന്റെ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളൊക്കെയും മറച്ചു വെച്ചുകൊണ്ട് ഭീകരവാദത്തിനെതിരെ സൈന്യം നടത്തിയിട്ടുള്ള പോരാട്ടത്തെ പരാമർശിച്ച് മാത്രമാണ് പോയത്. അതോടൊപ്പം തന്നെയും ഈ DGMO തലത്തിൽ നടത്തിയുള്ള ചർച്ച ചെറിയ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. ചർച്ച കനത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് നൽകിയതിന് പിന്നാലെ രാജ്യത്തിന്റെയും അതോടൊപ്പം ലോകത്തിന്റെയും ഒക്കെയും സഹായം തേടുന്ന കാഴ്ചയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും കണ്ടത്. അതിന് പിന്നാലെ തന്നെ അത്തരത്തിൽ DGMO തലത്തിൽ ഒരു ചർച്ച നടത്താൻ വേണ്ടി പാകിസ്ഥാൻ തന്നെ സന്നദ്ധത അറിയിക്കുകയായിരുന്നു എന്ന് പ്രധാനമന്ത്രി മോദി ഇന്നലെ നടത്തിയ അഭിസംബോധനയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ഭീകരവാദത്തിനെതിരെ എന്നും എതിരാണ്. ഭീകരവാദം, അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് കൃത്യമായി അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് മറുപടി നൽകി. അത്തരത്തിൽ ഭീകരതയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രതികരണങ്ങളാണ് മോദി നടത്തിയത്. അതേസമയം ജനങ്ങൾ കാത്തിരുന്ന നിരവധി വിഷയങ്ങളിൽ പ്രതികരണം നടത്താതെയും പോയി എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പെഹൽഗാം വിഷയത്തിലെ ഭീകരവാദികൾ സംബന്ധിച്ച വിഷയം, BSF ജവാൻ ഇപ്പോഴും പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട്. ആ വിഷയങ്ങൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ കശ്മീരിലെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിനുശേഷം വന്നിട്ടുള്ള കശ്മീരിലെ ജനതയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, വർഗീയമായി ഭിന്നിപ്പിക്കാൻ നടത്തിയ നീക്കങ്ങൾ, അതോടൊപ്പം അവിടെ ഷെല്ലാക്രമണത്തിലടക്കം നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആ വിഷയങ്ങൾ ഒന്നും തന്നെയും പരാമർശിക്കാതെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പാർലമെന്റ് സമ്മേളനം ഈ ഘട്ടത്തിൽ വിളിക്കണമെന്നുള്ളതായിരുന്നു. ആ വിഷയത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല. എന്തായാലും ജനങ്ങൾക്ക് തുടരുന്ന ആശങ്ക ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിശദാംശങ്ങൾ മാത്രം പറഞ്ഞു പോവുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലത്തെ അഭിസംബോധനയിൽ ചെയ്തിട്ടുള്ളത്. ഷമി, സ്വാതി, തീർച്ചയായും സർക്കാരിന് അഭിമാനിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ മാത്രമാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മൗനം പാലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ചില വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രതികരണം പാർലമെന്റിലാണ് നടത്തേണ്ടിയിരുന്നത് എന്നാണ് MA ബേബി പറഞ്ഞത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളോട് മറുപടി പറയാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും MA ബേബി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് MA ബേബി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്? സ്വാതി.
ഷമി, ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം സംബന്ധിച്ച വിശദാംശങ്ങൾ തന്നെയാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചോദിച്ചിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ, അതും പ്രസക്തമായിട്ടുള്ള നിരവധിയായ ജനങ്ങൾ ചോദിക്കാൻ ഉതകുന്ന ചോദ്യങ്ങൾ തന്നെയാണ് CPIM ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം എന്ന നിലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ അദ്ദേഹം ചോദിക്കുന്നത്, ഈ പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടില്ല. പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ പാർലമെന്റ് വിളിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രതികരണം രേഖപ്പെടുത്തേണ്ടത്. അത്തരത്തിലൊരു വിശദാംശങ്ങളൊന്നും ഇന്നലെ പ്രധാനമന്ത്രി മോദി മുന്നോട്ട് വെച്ചിട്ടില്ല. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ, ഇന്ത്യ തിരിച്ചടിച്ചതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണവും പ്രകോപനത്തിലും കശ്മീരിലെ ജനത നിരവധി പേർക്ക് അപകടം പറ്റുകയും നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവരെ പറ്റി ഒരു അക്ഷരം പോലും സംസാരിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിക്രം മിശ്രയ്ക്കെതിരായിട്ടുള്ള ആക്രമണം നിരന്തരമായി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നൽകിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വിശദാംശങ്ങളാണ് ഈ ഓരോ ദിവസത്തെയും പത്രസമ്മേളനത്തിലൂടെ, വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെ തന്നെ അദ്ദേഹം വലിയ തരത്തിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരികയും വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ വിഷയത്തിലൊക്കെയും പ്രധാനമന്ത്രി മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ്? അത്തരത്തിലൊരു പ്രതികരണം പ്രധാനമന്ത്രി നടത്തേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് MA ബേബി ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. അമേരിക്കയുടെ അവകാശവാദം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതിന്, രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ട് മുൻപും ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുകയായിരുന്നു. വീണ്ടും അവകാശവാദങ്ങളും പ്രതികരണങ്ങളും ഡൊണാൾഡ് ട്രംപ് രേഖപ്പെടുത്തുന്നു. ഈ വിഷയത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചയ്ക്ക് തങ്ങളാണ് ഭാഗമായത്. തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് തയ്യാറായത് എന്നതുൾപ്പെടെയുള്ള അവകാശവാദങ്ങൾ നിരന്തരമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ്. എന്നാൽ ഈ വിഷയം സംബന്ധിച്ചും കൃത്യമായ ഒരു പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് അത് മറച്ചുവെക്കുന്നത്? അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും ഉണ്ടല്ലോ എന്നുള്ള അടക്കമുള്ള വിവിധ വിഷയങ്ങൾ തന്നെയാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സ്വാതി, ട്രംപ് ഒന്നല്ല രണ്ടല്ല 3 തവണയാണ് അമേരിക്കൻ ഇന്റർവെൻഷനെ കുറിച്ച് പോസ്റ്റ് ഇടുന്നത്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനുമായി മണിക്കൂറുകളോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഈ വെടിനിർത്തൽ സാധ്യമായത് എന്ന് അവകാശപ്പെടുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ടു മുന്നാലെ വീണ്ടും ട്രംപ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അതായത് ഇന്ത്യ എത്ര നിശബ്ദത പാലിച്ചാലും ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് വെടിനിർത്തൽ സാധ്യമായത് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കയും ട്രംപും. സ്വാതി. തീർച്ചയായും ഷമി, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ട്രംപ് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നിരന്തരമായി. അതായത് ഇന്ത്യ ഇത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ചൊരു കൃത്യമായ മറുപടി നൽകുവാനോ പ്രതികരണം നൽകുവാനോ കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ എന്നിവരുൾപ്പെടെയും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും ഇതുവരെയും രേഖപ്പെടുത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി സ്വാഭാവികമായും രാജ്യത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ പ്രതികരണം എന്ന നിലയിൽ നടത്തുമ്പോൾ അത് ജനങ്ങൾ തീർച്ചയായും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പ്രതികരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയില്ല എന്നുള്ളത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇതിനോടകം തന്നെ വഴിവെച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്കൊക്കെയും കൃത്യമായി മറുപടി പറയാൻ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ബാധ്യസ്ഥനാണ്. എന്നാൽ ആ വിഷയം സംബന്ധിച്ച് പൂർണ്ണമായും അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രതികരണം തന്നെയാണ് സ്വാതി. അത് തന്നെയാണ്, അതായത് ഇതില് ഒരു നിശബ്ദത പാലിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഒന്നുകിൽ ഇത്തരത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്ന് നിഷേധിക്കണം, അതല്ലെങ്കിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. ഇത് രണ്ടും ചെയ്യുന്നില്ല. ഈ വിഷയത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് പല കോണുകളിൽ നിന്നും ഈ ആവശ്യം വീണ്ടും ഉയർന്നു വരുന്നതും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു പ്രതികരണം വേണമെന്ന് ആവശ്യപ്പെടുന്നതും. സ്വാതി.
ഷമി, കൃത്യമായും അങ്ങനെ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം പൂർണ്ണമായും ഈ നിർണായക വിഷയങ്ങളിൽ മനഃപൂർവ്വം ഒഴിവായിക്കൊണ്ട് അല്ലെങ്കിൽ മൗനം പാലിക്കുന്ന ഒരു സമീപനം തന്നെ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യ അഭിസംബോധനയിലൂടെ വ്യക്തമാക്കുന്നത്. നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെയും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ അയക്കുകയും അതോടൊപ്പം പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഈ വിഷയത്തിൽ കത്തയക്കുക വരെ ചെയ്തിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള ആളുകൾ, CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നുണ്ട് ഈ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അത്തരത്തിൽ വിവിധ കോണുകളിൽ നിന്നും വിമർശനവും പ്രതികരണവും ഉയരുമ്പോൾ ആ വിഷയത്തിൽ ഒന്നുകിൽ ചർച്ച നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ച നടന്നിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ആ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ നിർവഹിക്കാത്തതിന്റെ പ്രശ്നം തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. ആ വിഷയങ്ങളിൽ നിന്നൊക്കെയും ഒളിഞ്ഞു മാറിക്കൊണ്ട് കൃത്യമായി വളരെ വൈകാരികമായി ഭീകരവാദത്തിനെതിരെ വാദോരാതെ വലിയ തരത്തിലുള്ള പ്രസംഗങ്ങളും സംസാരങ്ങളും തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ആഭ്യന്തര സെക്രട്ടറി വിക്രം മിശ്രയുടെ വിഷയത്തിൽ പോലും ഒന്ന് ഇടപെടാൻ മറ്റ് സൈനിക ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെയും നിരവധി രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ഒക്കെ തന്നെയും ആ വിഷയം ഏറ്റെടുത്ത് പ്രതികരണം നടത്തിയപ്പോൾ ആ വിഷയത്തെ പോലും പൂർണ്ണമായും തിരസ്കരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഈ അഭിസംബോധന രാജ്യത്തെ സംബന്ധിച്ച് വലിയ നിരാശ ഉളവാക്കുന്നതാണ്. നിർണായക വിഷയങ്ങളിൽ മൗനം തുടരുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമാണ്. സ്വാതി, വളരെ കൃത്യമായ തിരിച്ചടി തന്നെ ഇന്ത്യ പാകിസ്ഥാന് നൽകി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളും തകർക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു. നമ്മുടെ സൈന്യത്തിന്റെ മികവും കൃത്യതയും പാകിസ്ഥാന് ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞു. അതേസമയം തന്നെ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ പഹൽഗാമിൽ ഒരു സൈനികൻ പോലും, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞത്? മിനിമം സുരക്ഷ കാശ്മീരിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് കാണാൻ കഴിയും, സൈന്യം കോൺവോയായി ഇങ്ങനെ പോകുന്ന ദൃശ്യങ്ങൾ. പക്ഷേ പഹൽഗാമിൽ മാത്രം ഒരു സൈനികൻ പോലും പോട്ടെ, ഒരു പോലീസുകാരൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കൊലപാതകം നടത്തിയ പ്രതികളെ ഇത്രയും ദിവസം 10-20 ദിവസമായിട്ട് പോലും പിടികൂടാനോ അവരെ കണ്ടെത്താനോ നമുക്ക് കഴിയുന്നില്ല. അത് മാത്രമല്ല, അവർ പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് കൈമാറണമെന്ന ആവശ്യം ഇന്ത്യ ഉന്നയിക്കണമെന്ന് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇക്കാര്യത്തിലെല്ലാം യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം മൗനം പാലിക്കുകയാണ്. സ്വാതി, ഷമി, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ആവശ്യമുയർന്നത് ഈ തീവ്രവാദികളെ വിട്ടുകിട്ടണം, അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെ വലിയ നിലപാട് കേന്ദ്ര സർക്കാരും സൈന്യവും ഒക്കെയും സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അതിന് വലിയ പിന്തുണ തന്നെയാണ് രാജ്യം നൽകിയത്. രാഷ്ട്രീയ ഭേദമന്യേ വലിയ പിന്തുണ സർക്കാരിന്റെ ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പാകിസ്ഥാനിലെമ്പാടുമുള്ള ഈ ഭീകരവാദികളെ അല്ലെങ്കിൽ ഇതിനൊക്കെയും അതിർത്തി കടന്നുള്ള ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന അത് സംബന്ധിച്ച് ഈ ഭീകരവാദികളെ കൈമാറണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഏറ്റവും ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ വിഷയത്തിൽ ഒരു മൗനം പാലിക്കുക എന്നുള്ളത്. രാജ്യത്തെ സംബന്ധിച്ചും രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചും പൂർണ്ണമായും ഈ വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഒരു മൗനം തുടരുന്നത്? ഈ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ. എന്നാൽ ആ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിനി മുന്നോട്ട് ഏത് തരത്തിലാണ് നടപടികൾ സ്വീകരിക്കുന്നത്? ഈ വെടിനിർത്തൽ കരാർ ഉൾപ്പെടെ വന്നതിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധിച്ച വലിയ ആശങ്കകൾ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. ഈ സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഒളിച്ചോടുന്നത്. അതിന് കൃത്യമായ ഒരു തെളിവ് തന്നെയാണ് ഇന്നലെ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം പാടെ മറന്നുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണം. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയത്.